ഹായ് ഫ്രണ്ട്സ്, കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടാത്ത നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കി ഇതിലേക്ക് 1/4 കപ്പ് റവയും കൂടിയിട്ട് നന്നായി വറുത്തെടുക്കണം. ഫ്ലെയിം മീഡിയത്തിലാക്കി വേണം റവ വറുത്തെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ റവ കരിഞ്ഞു പോവും, ഇതിൻ്റെ കളറ് മാറിപ്പോവും. നന്നായി വറുത്തെടുത്ത റവ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം കൂടിയിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന്, കുറച്ച് നിലക്കടല, കുറച്ച് കാഷ്യൂം കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം മൂത്ത് വരുമ്പം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയൊരു കഷ്ണം സവാളയും, ചെറുതായി അരിഞ്ഞ ഒരു ചെറിയ ക്യാരറ്റും, ചെറിയൊരു തക്കാളിയും, എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാൽ മതി, അത്രയും വേണ്ടു. ഇതിലേക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കറിവേപ്പിലയോ മല്ലിയിലയോ ചേർക്കാം. അതെല്ലാം മല്ലിയിലയും കറിവേപ്പിലയും രണ്ടും കൂടി ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ച്, ഗരം മസാലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് തേങ്ങ നന്നായി മൂപ്പിച്ചെടുക്കണം. തേങ്ങ നന്നായി മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല മണവും കൂടിയായിരിക്കും. തേങ്ങ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് റവക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പാകത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഈ വെള്ളം തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതിപ്പം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയാൽ നന്നായിരിക്കും. റവ ഇട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കട്ട കെട്ടി പോകുന്നില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. റവ മിക്സായതിന് ശേഷം ഫ്ലെയിം സിമ്മിൽ തന്നെ ഇട്ട് ഇത് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി ഇതുപോലെ ആയിട്ടുണ്ടാവും. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ഇത് ഇളം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളും ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഉപ്പുമാവ് റെഡിയായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.